തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ നാട്ടുകാർക്ക് അഭിവാദ്യവുമായി ഇറങ്ങുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ തോറ്റ സ്ഥാനാർത്ഥിയും പ്രദേശവാസികൾക്കടുത്തേക്ക് നന്ദി അർപ്പിക്കാനെത്തുന്നത് കൗതുകകരമായ കാഴ്ചയാണ്. ചാവക്കാട് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. ചാവക്കാട് നഗരസഭ 3-ാം വാർഡിൽ പരാജയപ്പെട്ട UDF സ്ഥാനാർത്ഥിയാണ് പ്രവർത്തകരുമായി മേഖലയിലെ വീടുകൾ കയറിയിറങ്ങുന്നത്. തദ്ദേശ പരീക്ഷയിൽ പരാജയപ്പെട്ടെങ്കിലും ഏത് ആവശ്യങ്ങൾക്കും കൂടെ ഉണ്ടാകുമെന്ന് അറിയിക്കാനാണ് ഈ വാർഡിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV ഷാനവാസ് വീടുകളിലേക്ക് എത്തുന്നത്. തനിക്ക് വോട്ട് ചെയ്തവർക്ക് നന്ദി അറിയിച്ചും തന്റെ മൊബൈൽ നമ്പർ ഉൾപ്പെടെ പ്രിന്റ് ചെയ്തുകൊണ്ടുള്ള കാർഡടിച്ച് വിതരണം ചെയ്തുമാണ് ഷാനവാസ് വ്യത്യസ്തനാകുന്നത്. തെരഞ്ഞെടുപ്പിൽ 46 വോട്ടുകൾക്കായിരുന്നു പരാജയം സമ്മതിച്ചത്. തോൽവി അംഗീകരിക്കുന്നുണ്ടെങ്കിലും ജനസേവന പ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് KV ഷാനവാസ് പറഞ്ഞു. കേവലം 46 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് പരാജയപ്പെടേണ്ടി വന്നത്. 2 ടേമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ വാർഡിൽ ജയിച്ചു വന്നത്. 46 വോട്ട് എന്ന് പറഞ്ഞാൽ 23 വോട്ട് മറിഞ്ഞാൽ ഇതിൻ്റെ വിജയം വേറൊരു രീതിയിലാവുമായിരുന്നു. ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ ജനങ്ങളോട് ഞങ്ങൾ നൽകിയ ഒരു മാനിഫെസ്റ്റോ ഉണ്ട്. ആ ജനങ്ങളോട് ഞങ്ങൾ നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതിന് വേണ്ടി പരാജയപ്പെട്ടെങ്കിലും ഞങ്ങൾ ഫുൾ ടൈം ഈ 3-ാം വാർഡിന് വേണ്ടി പ്രവർത്തിക്കും. അതിന് എല്ലാ വോട്ടർമാരെയും നേരിൽ കണ്ട് നന്ദി പറയുകയും അവരോടൊരു വാക്ക് നൽകുകയാണ്. ഈ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്നും തന്നെ പ്രവർത്തിക്കാൻ UDF ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണവും ഈ വോട്ടർമാരുടെ മുന്നിൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. 3-ാം തവണയാണ് KV ഷാനവാസ് മത്സരിക്കുന്നത്. ആദ്യ തവണ 4-ാം വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് കൗൺസിലറായിരുന്നു. 2-ാം തവണ 4-ാം വാർഡിലും ഇപ്പോൾ 3-ാം വാർഡിൽ നിന്നും വിജയിച്ച് കയറാനായില്ല. INTUC ജില്ലാ സെക്രട്ടറി MS ശിവദാസ്, മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷുക്കൂർ കോനാരത്ത്, KMT ഷഹീബ്, ഗഫൂർ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു.